നടക്കുന്നത്? എടാ ശംഭു, എന്തോ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അബദ്ധം പറ്റിയിട്ടില്ല. എന്ത് പറ്റി ഗുരു? സുഗന്ധി കൂടെ കൂടെ ഛർദ്ദിക്കുന്നു. അത് വല്ല രത്നവും വരുന്നത് വെച്ചാണ്. രത്നമല്ല, ഗർഭം. അയ്യോ, ഗർഭം! ഞാനറിയാം എങ്ങനെ പറ്റി. എടാ ശംഭു, അന്ന് ഇവിടെ വന്ന് താമസിച്ചത് രത്നവ്യാപാരി അല്ല, വിദൂഷകൻ വേഷം മാറി ഒന്ന് താമസിച്ചത്. വിദൂഷകനോ? അതേടാ, അവൻ നമ്മളെ പറ്റിച്ചു. അതുകൊണ്ടാണ് രാജ്യത്ത് രാമായണം കടന്നു കളഞ്ഞത്. ഗുരു, സുഗന്ധിയെ ഞാനേറ്റമുള്ള. നീയോ? ആ വിദൂഷകനോട് ഞാനിങ്ങോട്ട് വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവനിങ്ങ് വരട്ടെ. അവന് യൗവനലേഹ്യം കൊടുത്തുകൊണ്ടാണല്ലോ ചെറുപ്പക്കാരാണ് നടക്കുന്നത്. ഗുരു ഗുരു ഗുരു, ഒരു കാര്യം ചെയ്യാം. നമുക്കൊല്ല പാലിലോ പഴരസത്തിലോ വൃത്തലേഹ്യം കലക്കി കൊടുക്കാം. ഒരു നാഴിക കൊണ്ട് പഠിക്കുകയാകും. അവനിങ്ങ് വരട്ടെ. അവളറിയരുത്. വൈദ്യം എന്തിനാ ഞാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞ ആള് പറഞ്ഞയച്ചു? അല്ല, വിശേഷിച്ചൊന്നുമില്ല. ഞാനും ശിരോമണിയും തമ്മിലുള്ള വിരോധം ഒന്ന് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയ. എനിക്ക് അയ്യോ, നമ്മളൊന്നും വിരോധമൊന്നുമില്ല. വൈദ്യന്റെ മകളെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു, തരിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ അതങ്ങ് മറന്നു. ശംഭു, പാല് കൊണ്ടുപോകാ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കില്ല എന്നുള്ളത് വൈദ്യന് അറിയാമല്ലോ. അല്ല, പാല് വേറെ ഉണ്ട്. അല്ല, വേറെ പാല് വച്ചിട്ടുണ്ട്. അപ്പോ രത്നഭാരിയുടെ വിവാഹമൊക്കെ എത്രയായി വൈദ്യന്റെ മകളുമായിട്ട്? അതൊക്കെ ഞാൻ അറിയിക്കാം. ആരാണ് ഇവിടെ ഛർദ്ദിക്കുന്നത്? ശിരോമണിക്ക് തോന്നിയതായിരിക്കും. ഇവിടെ ആരും ഛർദ്ദിക്കുന്നില്ല. പാല് കുടിക്കണം. വൈദ്യനും കുടിക്കണം. എടുത്ത് കുടിക്കണം. അമ്മ, അയ്യോ, ചതിച്ചോ? പാല് മാറ്റി കുടിച്ചോ? മിണ്ടിപ്പോയത് നീ പക്ഷേ മുന്നിൽ നിന്നെ സുഗന്ധി, ഇവിടെ വാ, നമുക്ക് പോവാം. ഈ കിളവനോടെ കൂടി കിടന്നോട്ടെ. എന്റെ പൊന്നെ ശിരോമണി, എന്നെ ഈ നിലയിലാക്കിയിട്ട് എന്റെ മകനെ കൊണ്ട് പോകല്ലേ. പോകാതിരുന്ന എനിക്ക് സുഗന്ധിയെ കല്യാണം കഴിച്ച് തരുമോ? തീർച്ചയായിട്ടും. ആ സുഗന്ധി, ആ നിത്യ ലേഖ്യം എടുത്ത് അച്ഛന് കൊടുക്കും.